മാതൃത്വത്തിനൊരു വില കൽപ്പിക്കാത്ത പോലെ. ശരിക്കും സ്ത്രീകളൊക്കെ ഒരു 9 month വരെ പ്രഗ്നൻസി പീരീഡ് കൊണ്ടുപോകാന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ടാസ്ക് ആണ്. പണ്ട് കുറ്റം പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കുട്ടീനെയും കൊണ്ടൊരു പെണ്ണ് ചാടിയിട്ട് കിണറ്റ് ചാടി കുട്ടി മരിച്ചു. അപ്പൊ കേസാണ്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പോലും ഇപ്പോഴാണ് കേൾക്കുന്നത്. നമ്മളിപ്പം ഒരാണായിട്ട് പോലും നമ്മളിപ്പോൾ ഇതിനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മാത്രം ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഡിപ്രഷനാണ്. അത് പണ്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴാണ് അത് അങ്ങനെ ഒരു ഡിപ്രഷനായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നതും പിന്നെ അത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതും പിന്നെ നമ്മളെങ്ങനെ എന്താണ് അതിലൂടെ കടന്നു പോകുമ്പോ ഉള്ള ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ, നമുക്ക് എന്തൊക്കെ അതിനൊക്കെ ചേഞ്ചസ് വരുത്താം, ഇതിനെ കുറിച്ചുള്ള ഒക്കെ പഠനങ്ങളൊക്കെ ഇപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് നടന്നത്. അതായത് പണ്ട് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആരും ഇത് അറിഞ്ഞിരുന്നില്ല. ഇനി ഒരു പക്ഷെ നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഒരു സ്ത്രീ പ്രസവിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ സാഹചര്യം മാറി. ഇന്ന് മിക്കവാറും ഒരു ഹസ്ബൻഡ് വൈഫ് അവര് മാത്രമുള്ള ഒരു സെപ്പറേറ്റഡ് ഫാമിലിയിലാവുമ്പോ ആശുപത്രികളിലേക്ക് പ്രസവം മാറി. ആശുപത്രിയിലേക്ക് മാറിയത് ഹെൽത്ത് വൈസ് നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലാത്തൊരു സാഹചര്യത്തില് ആണ് ഇതിന് കൂടുതലായിട്ട് നമുക്കൊരു പ്രാധാന്യം വരുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ എന്തായിട്ട്? അതെ, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നുപോയ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു സ്റ്റോറി ഞാൻ പറയാം. അപ്പൊ അവള് ഒരു 20 years ആവുമ്പോ മാരേജ് ചെയ്തു. അപ്പൊ ആ കുട്ടി ഒരു വർഷം കഴിഞ്ഞപ്പോ തന്നെ ഡെലിവറി ആയി. അവള് ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വീട്ടിലെ കുട്ടിയാണ്. അപ്പൊ കെട്ടിച്ചയച്ചത് അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉള്ള ഒരു വീട്ടിലേക്കാണ്. അപ്പൊ അവിടെ എത്തിയപ്പോ പിന്നെ ഡെലിവറി സ്വന്തം വീട്ടിലേക്കാൾ സൗകര്യങ്ങൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡെലിവറി എന്താക്കി ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് അവര് മാറ്റി. നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെണ്ണിന്റെ വീട്ടിലാന്നുള്ള പണ്ടുള്ള ഒരു രീതി അതൊക്കെ മാറി. അതെന്താ വെച്ചാൽ സൗകര്യം കൂടുതൽ അവിടെയാണല്ലോ. അത് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ ഡെലിവറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അത്രയും കാലം ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തായാലും ഒരു നോർമൽ, എല്ലാവരും ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന നോർമൽ ഡെലിവറിയാണ്. അപ്പോ ഒരു ആളുകള് പിന്നെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ഒരു പാനിക് ആവും. അപ്പൊ അങ്ങനെ അമ്മയുടെയും കുഞ്ഞിന്റെയും ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ എമർജൻസി ആയിട്ട് അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഒരു നല്ല ആരോഗ്യത്തോടുള്ള ഒരു കുട്ടിയെ കിട്ടി. അപ്പൊ അമ്മ ഹെൽത്തിയാണ്, കുഞ്ഞ് ഹെൽത്തിയാണ്, ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് വന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ സ്വന്തം വീട്ടിലല്ല. അപ്പൊ ഉമ്മക്ക് അവിടെ വന്ന് നിക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് ഒരാളെ ഹോം നേഴ്സ് ആയിട്ട് വെച്ചു. അപ്പൊ ഈ ഹോം നേഴ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു റഫാണ്. ഇങ്ങനെ എന്തുണ്ട് നെഗറ്റീവ് അത് കണ്ടുപിടിക്കുന്ന ഒരാളാണ്. കുറ്റംപറച്ചിലാണ്. അപ്പൊ അതിൽ ഇവളെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇയാളെ കുട്ടി അങ്ങനെ തടിച്ച്, നമ്മളൊരു പരസ്യത്തിലൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് തടിച്ചു പോയിട്ട് അമൽ ബേബി അങ്ങനെയൊന്നല്ല. പക്ഷെ ഹെൽത്ത് വൈസ് ഒരു പ്രശ്നമില്ല, മെലിഞ്ഞിട്ടുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ ആ കുട്ടീനെ നോക്കി പറയാണ്, അവള് പറഞ്ഞതാണ് ഒരൊറ്റൊരു വാക്ക്, അതുവരെ സന്തോഷമായിരുന്നു എന്റെ ജീവിതത്തില്. അപ്പൊ എന്റെ താളം തെറ്റിച്ച ഒരു വാക്കാണ് ആ ഹോം നേഴ്സ് പറഞ്ഞവളോട്, ഈ വര പോലത്തെ ഈ കുഞ്ഞിനെ പ്രസവിക്കാനാണോ നിന്റെ വയറ് കീറി മുറിച്ചത്? അപ്പൊ ആ ഒരു അത്രയും അവള് കരഞ്ഞു പോയി എന്നാ പറഞ്ഞത്. അതെ. അപ്പൊ ഇപ്പോഴും ഈ സിസേറിയനൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. അത് മാത്രല്ല, ഒരു അമ്മയുടെ മുഖത്ത് നോക്കി, അതും ആ 21 വയസ്സുള്ള കുട്ടീന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാം. അത് നിരന്തരം ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് വേദന സഹിക്കാൻ കഴിയാത്തോണ്ടാണ് നീ ചോദിച്ചു വാങ്ങിയതായിരിക്കും, നിനക്ക് സിസേറിയൻ ആവാൻ എന്ത് കാര്യമാണുള്ളത്. അപ്പൊ ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുമ്പോ ആ കുട്ടി അവളിലെ കാലങ്ങളിൽ ഇതൊക്കെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ പുറത്താരും പറയുന്നുണ്ട്. പണ്ട് നമ്മൾ സിസേറിയൻ ഇല്ല, അന്ന് അമ്മയല്ലേ കുട്ടി ഉണ്ടായാലേ കുട്ടി ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനൊക്കെ നമ്മൾ പ്രസവമായിരുന്നു. പക്ഷേ സിസേറിയന്റെ ഒരു പേടിയും കൂടി ചിലപ്പോൾ അതിന് കാരണമായിരിക്കാം. പിന്നെ അതിന് ആഫ്റ്റർ എഫക്ട്സ് അങ്ങനെയൊക്കെ വരുമായിരിക്കാം ഉണ്ട്. എന്നാൽ കൂടി അന്നത്തെക്കാൾ എത്രയോ നമ്മൾ മാതൃശിശു മരണനിരക്കിനെയൊക്കെ ഓവർകം ചെയ്ത് നല്ല ഹെൽത്ത് വൈസ് ആയിട്ട് വന്നു. ഇപ്പൊ അങ്ങനത്തെ നിരക്കുകളും ഫെസിലിറ്റീസ് കൂടി. പക്ഷെ ആളുകളുടെ സൊസൈറ്റിയിലുള്ള ചിന്താഗതികൾക്ക്
ഇപ്പോഴും മാറ്റം വരാത്ത പഴഞ്ചൻ ചിന്താഗതിയുള്ള കുറച്ച് എങ്കിലും ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ നിരന്തരം ഹേർട്ട് ചെയ്തപ്പോ അവൾ വിചാരിച്ചു, ഞാൻ പ്രസവിച്ചിട്ടില്ലേ, ഞാൻ അമ്മയല്ലേ, എനിക്കെന്താ കഴിവില്ലേ, ഞാൻ പെണ്ണല്ലേ, ഇങ്ങനെ 100,000 ചോദ്യങ്ങളാണ് ഇവളെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഇവളെന്തായി മാറിയെന്നറിയോ? ആ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇവളെ പിന്നെ എന്താ കുട്ടീനെ നോക്കാനുള്ളൊരു അല്ലെ നല്ല ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരുന്നു അവള് പ്രസവം വരെ. അപ്പൊ ആ കുട്ടിയെ ഒന്ന് നോക്കാൻ കഴിയുന്നില്ല. അവളെ മനസ്സിൽ എപ്പോഴും കുട്ടി സിസേറിയൻ ആയതിന്റെ ഒരു കുറ്റബോധം അതുവരെ ഇല്ലാത്തത് ഈ ഹോം നേഴ്സ് പറഞ്ഞത് കൊണ്ടുള്ള ഒരു പ്രശ്നം മാത്രമായിരുന്നു. അതിങ്ങനെ നിരന്തരം നമ്മളെ മനസ്സിലേക്ക് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിൽ അങ്ങോട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങോട്ട് ആ കുട്ടി അവിടെ ഒരു അവളെ അമ്മ ഒന്നും കൂടി വന്ന് പരിചരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അവളെ മെന്റൽ സ്റ്റേറ്റ് അവള് ഒരു പക്ഷെ അവളെ ഉമ്മയുടെ വീട്ടിലായിരുന്നെങ്കിൽ ആണെങ്കിൽ ആ ചിന്തിക്കുന്നത് അതാണ്. പിന്നെ എന്റെ ഒക്കെ അമ്മയുടെ അമ്മ പറയും, അവര് പണ്ടത്തെ ആൾക്കാരാണ്, അവര് പറയാ പെണ്ണാണെങ്കിൽ ഒന്ന് പെറണം, ആണാണെങ്കിൽ കൈയും കാലും മുറിയണം, വേദന മനസ്സിലാക്കാൻ. പക്ഷെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ അപ്പോഴത്തെ ആ രീതിയൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വേദനയുള്ള കാര്യമാണ്. അത് ഡെലിവറി നോർമൽ ആവുമ്പോ ആ സമയത്തെ വേദനയാണ്. പക്ഷെ സിസേറിയന്റെ വേദന എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലത്തോളം വർഷങ്ങളോളം പിന്നെ ബാക്ക് പെയിനും അങ്ങനെ പല പ്രശ്നങ്ങൾ അതിനുണ്ട്. അപ്പൊ രണ്ടിലായാലും വേദനയ്ക്കൊന്നും ഒരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ആളുകളുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് മാറ്റം. അപ്പൊ ഇനി നമ്മള് പിന്നെ അവളതിനെ ഓവർകം ചെയ്തു കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാല് അതിനെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഒരു ലക്ഷ്യബോധം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എയിം സെറ്റ് ചെയ്യാം. അപ്പൊ സെറ്റ് ചെയ്തിട്ട് അവൾക്കൊരു പരീക്ഷ ഉണ്ടായിരുന്നു, അടുത്ത് വരുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തായാലും എഴുതിയെടുക്കണം എന്നുള്ള ആവശ്യത്തോടു കൂടി നമ്മള് ഫോക്കസ് ചേഞ്ച് ചെയ്തു. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി പരിശ്രമിച്ചപ്പോ ചുറ്റിനുള്ളതൊക്കെ മറന്ന് അവൾ അങ്ങനെയാണ് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. യെസ്. പക്ഷെ ഇതിപ്പോ ഇവളെ കേസിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് അങ്ങനെ ആ ഹോം നേഴ്സ് കാരണമാണ് അവൾക്ക് അത്രയും പ്രശ്നങ്ങൾ വന്നത്. അത് മാത്രല്ല അവളുടെ മദർ ഇൻ ലോയും അയൽവാസികളൊക്കെ കൂടി ഈ ഹോം നേഴ്സും കൂടി ഡിസ്കഷൻ ആയിരുന്നു ഇവൾ എന്തുകൊണ്ട് സിസേറിയനായി. അപ്പൊ എല്ലാവർക്കും പങ്കുണ്ടായില്ലേ. എന്നാൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവള് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡ് കെയറിങ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുരുഷന്മാർക്ക് ഒരു ഹെൽപ്ലെസ് ഉണ്ടാവും, അമ്മയാണോ ഭാര്യയാണോ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നുള്ള പ്രത്യേകിച്ച് ഒരു പ്രതികരണമൊന്നും ഇല്ലെങ്കിൽ കൂടി ഇവളെ ഒരു കൊത്തി നോവിച്ചിട്ടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ചുറ്റുമുള്ള സറൗണ്ടിങ്സിലുള്ള ആളുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ സാധനം അവർക്ക് അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കെയർ കിട്ടേണ്ടടുത്ത് കെയർ അല്ല കിട്ടിയത്, പക്ഷെ കുത്തുവാക്കാണ് കിട്ടിയത്. കുത്തുവാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മളെ തകർക്കുന്ന രീതിയിൽ ഒരു സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കുത്തുവാക്കുകളാണ് ഇത്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പൊ അവള് മെഡിസിൻ ഒന്നും ഇല്ലാതെ തന്നെ അവള് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോ അവൾ അതിനെ ഓവർകം ചെയ്തു ഒരു പരിധി വരെയൊക്കെ. അപ്പൊ വേറെയും സാഹചര്യങ്ങൾ കൊണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരും. ഇതുകൊണ്ട് മാത്രല്ല, അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ രീതിയിലും കംഫർട്ട് ആയ ആളുകൾക്കും വരുന്നുണ്ട്. അപ്പൊ അത് അവരുടെ ഈ പ്രസവിക്കുന്ന സമയത്തുള്ള അതിലൂടെ ഗോത്രൂ ആവുമ്പോഴുള്ള ഹോർമോൺ ചേഞ്ചസ്, പിന്നെ പ്രഗ്നൻസി പീരിയഡിലുള്ള ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണം വരാം. പിന്നെ നമ്മളെ ഫാമിലിയിൽ ആർക്കെങ്കിലും മാനസിക രോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ഫാമിലി ഇഷ്യൂസ് അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ? അത് എനിക്കറിയില്ല. ഫാമിലി ഇഷ്യൂസ് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ മാത്രമല്ല, നമ്മളെ കുട്ടിയെ വരെ ബാധിക്കും. അതായത് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഒരു മാതാവ് ജനിക്കുമ്പോ തന്നെ ഒരു പിതാവും ജനിക്കുന്നുണ്ട്. ഒരു പിതാവാണ് അല്ലെ. എങ്ങനെയാ വൈഫിന്റെ പ്രഗ്നൻസി പീരീഡിൽ എന്തൊക്കെ കെയർ കൊടുത്തിരുന്നു? വൈഫിന് ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, കുട്ടി കൊണ്ടുപോവുക, അവൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം, പിന്നെ ചെറിയ വലിയ യാത്രകളൊന്നുമില്ല. നമ്മൾ ഇത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ക്യാരിങ് ആകുമ്പം കൂടുതൽ യാത്രകൾ ചിലത് പറ്റാത്ത മാസങ്ങൾ ഉണ്ടായിരിക്കില്ല. ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വയ്യാതെ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അവളെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് അവർ കയറും, പിന്നെ ഇടയ്ക്ക് പോവുക, ഡോക്ടറെ കാണിക്കുക, കാര്യങ്ങൾ വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഭക്ഷണം കൊടുക്കുക, ഡോക്ടറെ കാണിക്കുക, ഈ ഒരു ഇതിലേക്ക് അങ്ങനെ കെയറിങ് അതിൽ മാത്രം ഉദ്ദേശിക്കല്ല. പക്ഷെ നമുക്ക് സപ്പോർട്ടിൻ്റെ ഉള്ള പറഞ്ഞാൽ പിന്നെ അവരെ എടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക, ഇരിക്കുക എന്നുള്ളതാണ്. അവർക്ക് കുറച്ചു നേരം വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക, അത്രേ അവരെ കാര്യങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക, കേൾക്കുക, അവരെ കാര്യങ്ങൾ അറിയാം, അവരെ സംസാരം എന്താണ് ആവശ്യം അനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ എല്ലാ കാര്യങ്ങളും
ട്രെയിനിനൊരു പരിധി ഉണ്ട്. അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ഞാനൊരു ഇത് സമഗ്രമായിട്ട് ചോദിച്ചതാണ്. അത്രേ ഉള്ളൂ. അപ്പോ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ആ, ചെയ്യാ, അവരെ കൂടെ അവരെ സമയം ഇമോഷണലി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാ, ചെയ്യാ, അത്രേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് ഒരു ഭർത്താവിന്റെ അടുത്തുനിന്ന് സ്ത്രീകൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, കെയറും സപ്പോർട്ട് തന്നെ വേണം. നമ്മളൊരു സമയത്ത്, നല്ല സമയത്തും ചീത്ത സമയത്തും പോലെ ഏത് പീരീഡ് കൂടെ കടന്നു പോകുന്ന പീരീഡിൽ നമ്മൾ ചെയ്യേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യണം, കെയർ ചെയ്യണം. അപ്പോഴേ അവർക്ക് അതെന്ത് ചെയ്യുള്ളൂ, അവർക്ക് ഒരാളുണ്ട് എൻ്റെ കൂടെ, എന്ത് കാര്യത്തിനും നമ്മൾ തൊണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചിന്താഗതിയും ഇങ്ങനത്തെ പ്രശ്നങ്ങളും പേടികളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ ഉണ്ടാവില്ല. മെന്റലി അവർ ഫ്രീ ആയിട്ട് നിൽക്കണം, കോൺഷ്യസോടും, അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയാണ്, അത് വളരെ ശരിയാണ്. കാരണം പ്രഗ്നൻസി പീരീഡില് ഈ കുഞ്ഞു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അമ്മ ടെൻഷൻ ആയാലും കുഞ്ഞു ടെൻഷൻ ആവും, അമ്മ സ്ട്രെസ്ഡ് ആയ കുഞ്ഞിന് സ്ട്രെസ്ഡ് ആവും. അപ്പൊ ജനിക്കുമ്പോ തന്നെ നമ്മുടെ കുട്ടികൾ സ്ട്രെസ്സുമായിട്ടാണ് ഭൂരിഭാഗം പേരും വരുന്നത്. അപ്പൊ അവിടെ അമ്മയ്ക്ക് മാത്രല്ല അച്ഛനും റോളുണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞ ഫുഡ് ഷെൽട്ടർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആളല്ല. അപ്പൊ താങ്കൾ പറഞ്ഞ പോലെ മെന്റൽ സപ്പോർട്ട് കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരാളായിട്ട് താങ്ങും തണലുമായിട്ട് മാറണം. അതുപോലെ തന്നെ പുതിയ ഗസ്റ്റിനെ വരവേൽക്കാനായിട്ട് എന്ത് വേണം, ഫാമിലി മൊത്തമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരു ഭർത്താവിന് മാത്രം ഒതുങ്ങരുത്, അവിടെ ഉള്ള എല്ലാ ആളുകളുടെയും സപ്പോർട്ട് ഒരു സ്ത്രീക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്ന് അറിഞ്ഞാല്, അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനോടൊരു സ്നേഹം തോന്നുന്നില്ല, തന്നോട് സ്നേഹം തോന്നുന്നില്ല, അങ്ങനെ മാനസികമായിട്ട് ചില ആളുകളില്ലേ കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടി എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയാം. പക്ഷെ അത് ഇതേപോലെയാണ് പറഞ്ഞത്, ഒരു കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ കാര്യങ്ങള് എന്താ പറയാന്ന് പറഞ്ഞാല് അത് ആ കുട്ടിയുടെ പിന്നെയാണ് അറിയണത് നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നമാണ്. അതിനുശേഷമാണ് ഞാനിത് അറിയണത്. ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോഴാണ് അനുഭവം ഞാൻ കേട്ടത് കൊണ്ടാണ്, വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കേട്ടിട്ടാണ് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇങ്ങനെ ഉണ്ടാവുന്ന സാധനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പണ്ട് കാലങ്ങളിലൊന്നും ഇതില്ലായിരുന്നു, ഇപ്പോഴാണ് ഇത് കേട്ട് തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ പൊതുവെ വാർത്തയിലും ഇതിലൊക്കെ ഇതായിരുന്ന ഒരു കേസാണത്. കുട്ടി മരിച്ചു. അപ്പം ആ പെണ്ണിനെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പ്രസവത്തിന് ശേഷം ഉണ്ടായ കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ആളിപ്പോൾ റിക്കവർ ചെയ്ത്. പക്ഷേ അവർക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടെൻഡൻസി കൂടുതലാണ്. നമ്മളിപ്പം കുട്ടി പോയി പിന്നെ ആത്മഹത്യാ ടെൻഡൻസി കൂടുതൽ. അപ്പൊ അങ്ങനെ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷനുള്ള കേസുകളും ഉണ്ട്. അപ്പോ നമ്മള് പ്രഗ്നന്റ് ആവുമ്പോ ഇപ്പൊ എല്ലാവരും, വീട്ടിലുള്ളവരെല്ലാവരും, ഭർത്താവും എല്ലാവരും, പുതിയ അതിഥീനെ നമ്മളിപ്പോ ഒരാള് വീട്ടിലേക്ക് വരുമ്പോ എങ്ങനെയാണോ ഒരു അതിഥീനെ സ്വീകരിക്കാൻ നമ്മളെല്ലാരും കൂടി തയ്യാറാവണം, അതുപോലെ തന്നെ ആ കുട്ടിയെ നമ്മൾ സ്വീകരിച്ച്, കുട്ടിയെയും ആ കുഞ്ഞിന്റെ അമ്മയെയും. കാരണം ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് അമ്മയ്ക്കും കുട്ടിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ, ഓക്കെ എന്നാ. അപ്പം ഈ വിലയേറിയ അഭിപ്രായം കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.